സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക് മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 18, 15 മുതൽ 20 വരെ തിരുവചനങ്ങള്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2 or 3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1 or 2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോകുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ചു ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ചു കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. മിശിഹായില് ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നവരാ. തമ്പുരാന് ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്കെല്ലാം ചിലപ്പോൾ എല്ലാം കുഴപ്പം പറ്റുമെന്ന് ശരിക്കറിയാം. അതുകൊണ്ട് തമ്പുരാന് പറഞ്ഞിട്ടിരിക്കുക, ഈ തെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. തെറ്റ് ചെയ്താൽ മാപ്പ് ചോദിക്കാനുള്ള മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈശോ ഒരിക്കൽ തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസിനോട് ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെ ക്ഷമിക്കുന്നതിനെ പറ്റി പറഞ്ഞു. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം. എത്ര പ്രാവശ്യമാണ്? 7 അല്ല, 7 വീതം 70 പ്രാവശ്യം ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതൊരു വലിയ വിഷമം പിടിച്ച ഇടപാടാണ്. നമുക്കറിയാം, 1 or 2 പ്രാവശ്യം ക്ഷമിച്ചു. ഇത് ജീവിതകാലം മുഴുവൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് അച്ഛനൊന്നും അറിയത്തില്ല, 40 കൊല്ലമായി ഞാൻ അതിയാൻ്റെ കൂടെ കൂടിയിട്ട് അദ്ദേഹം എന്നെ പീഡിപ്പിച്ചത് അച്ഛനൊക്കെ അറിഞ്ഞാൽ എനിക്ക് ഒരു 10 സ്തുതി ചെല്ലുമെന്നാണ് പറഞ്ഞത്. അത്രമാത്രം ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് പീഡനം സഹിച്ച് ഇങ്ങനെ ജീവിക്കുക. പിന്നെ എൻ്റെ മക്കൾ വലുതായപ്പോൾ എനിക്ക് കുറേ സമാധാനമൊക്കെ ഉണ്ട്. എൻ്റെ കർത്താവെ, 40 കൊല്ലം മുമ്പ് ഈ ചേടത്തി അനുഭവിച്ച ഇടിയൊക്കെ ഇന്നും ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ എന്നോർത്തപ്പം എനിക്ക് വലിയ വിഷമം ആ അമ്മച്ചിയുടെ നേരെ ഉണ്ടായി. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്. ജീവിത പങ്കാളിയെ 40 കൊല്ലമായിട്ട് ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട്. അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തിട്ടില്ല 40 കൊല്ലമായിട്ട് ഇതുവരെയും. ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, തെറ്റ് ചെയ്താൽ അതിന് ഏറ്റവും നല്ല കുറച്ച് മരുന്ന് കർത്താവ് ആരംഭത്തിൽ വചനത്തിലൂടെ പറഞ്ഞു. ഒന്ന്, ആരെ അറിയിക്കാതിരിക്കുക. ഇത് പരസ്യമായി ഇന്നിപ്പം നമുക്കറിയാം, ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കെട്ടിയവനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ ചാനലുകളിൽ നോക്കിയാൽ ക്രിസ്ത്യാനികൾ പോലും ഭാര്യമാർ പരാതി കൊടുത്തിട്ട് ചാനലുകളിൽ ചെല്ലുന്നവരെ നമുക്ക് കാണാം. ചിലർക്ക് സംശയം, ഭർത്താവിന് സംശയം.
ഭാര്യയെ സംശയം, ഈ വിധത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ജീവിതങ്ങൾ. പക്ഷെ ഈശോ പറഞ്ഞു, ഏതെങ്കിലും വിധത്തിലൊരറിവ് കിട്ടിയാൽ ആരും അറിയാതെ, ചെവി അറിയാതെ എന്ന് പറഞ്ഞ പോലെ വേറെ ആരും അറിയാതെ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്തെന്ന് നിനക്കൊരു ബോധ്യം കിട്ടിയാൽ വളരെ രഹസ്യമായി ആരോടും പറയാതെ നീ ആ തെറ്റവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. സാധിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് 10 പ്രൈസ് ദി ലോർഡ് അന്നേരം പറയാൻ പറ്റും. എന്നാൽ കർത്താവ് പറഞ്ഞു, അങ്ങനെ വരുമ്പോൾ നീ നിന്റെ സഹോദരനെ നേടി. കണ്ടോ, നമുക്ക് സഹോദരനെ നേടാൻ പറ്റുന്നത് ആരും അറിയാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കുക. സഹോദരനെ നേടി. ഈ വചനം നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മൾ കുടുംബത്തിലൊക്കെ ആണെങ്കിലും പുറത്തറിയാതെ, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതൊക്കെ ആണെങ്കിൽ പുറത്തൊന്നും അറിയിക്കാതെ, മക്കൾ പോലും അറിയാതെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ച വലിയ കാര്യമായിരിക്കും. പിന്നീട് 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഒക്കെ വേണമെങ്കിൽ അളിയന്മാരെയോ പെങ്ങന്മാരെയോ ഒക്കെ വിളിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്തോളാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനം മാത്രമേ സഭയുടെ അടുത്ത് പോകാവുള്ളൂ. ചിലരുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ട് ഒട്ടനെ പള്ളിയിലേക്ക് ഓടും. അച്ചോ, എൻ്റെ കെട്ടിയോൻ ഇങ്ങനെയാ, നീ കെട്ടിയോനോട് വല്ലതും പറഞ്ഞോ? ഞാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. ഒന്ന് പറഞ്ഞു നോക്കിയോ? ഇല്ല. നമ്മൾ ചിലരിങ്ങനെയാ, ആദ്യമേ തന്നെ സഭയിലേക്ക് പോകും. റിവേഴ്സ് ഓർഡർ എന്ന് പറയും. നേരെ ചെയ്യേണ്ടതിന് പകരമായിട്ട് തിരിഞ്ഞ് പ്രവർത്തിക്കുക. അത് വലിയ കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചാലേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് ഈശോ നമുക്ക് പറഞ്ഞ് തരികയാണ്. പിന്നെ കർത്താവ് ഒരു വലിയ രഹസ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. പിന്നെ അവനെ വേണമെങ്കിൽ മാറ്റി, അല്ലെങ്കിൽ ചുങ്കക്കാരനെ പോലെയും ഒക്കെ ആയിട്ട് കരുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഈശോ പറഞ്ഞ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മുടെ പ്രാർത്ഥന ഭൂമിയിൽ നിങ്ങൾ കണ്ടില്ലേ, 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യം എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. ഈ 2 പേരാരാന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ശാലോം TV കണ്ടപ്പോൾ ഒരു ബ്രദർ പറഞ്ഞപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ആ 2 പേര് കുടുംബജീവിതം കഴിക്കുന്ന ഭാര്യയും ഭർത്താവും. അവർ 2 പേരും ഒരു മനസ്സോടെ ഇരുന്നാൽ അവർക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു മനസ്സോടുകൂടി ചോദിക്കുക. ഇതിപ്പം പണ്ടൊരു കൊച്ചിനോട് ചോദിച്ച പോലെ, കല്യാണം കഴിക്കുമ്പോൾ എന്തിനാ ഇവർ കൈപിടിക്കുന്നത്? അന്ന് മുതൽ അവർ ഈ ദ്വന്ദ്വയുദ്ധം, ഈ വേറൊരു ചെറിയ പരിപാടി ഉണ്ടല്ലേ, കൈ പിടിച്ചിങ്ങനെ ആളുകൾ ബലം നോക്കുന്നത്, എന്നിട്ട് ആരുടെ അങ്ങോട്ടാണ് ചായെന്നറിയാൻ വേണ്ടിയുള്ള ബലം നോക്കൽ പരീക്ഷണം നടത്തുന്ന ഈ ഒരു പരിപാടിയാണ് എന്നൊക്കെ പിള്ളേർ പറയാറുണ്ട്. അതിനുവേണ്ടി അച്ഛന്മാർ കൈ പിടിപ്പിക്കുന്നത്. ഭാര്യയ്ക്കാണ് ബലം, ഭർത്താവിനാണ് ബലം. ഇതൊന്നുമല്ല, അതിനുവേണ്ടിയാണ് എന്നൊക്കെ ചിന്തിച്ചു പോകുന്നവരുണ്ട്. ഇതല്ല, നമ്മൾ 2 പേരും ഒറ്റ മനസ്സായി തീർന്നാൽ, 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണ് ഉണ്ടാകുന്നത്? അവർ ഭാര്യയും ഭർത്താവും, പിന്നെ വേണമെങ്കിൽ അവിടെ ഒരാളെയും കൂടെ, 3ാമത് ഒരാളും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അവർ 3 പേര് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവിടെ ഞാനുണ്ട്. ഒന്നിച്ചു കൂടുന്നിടത്ത് പ്രാർത്ഥനയിലാണെങ്കിൽ വൈകുന്നേരം ഒരാൾ അടുക്കളയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരാൾ തിണ്ണയിൽ പോയിരുന്ന് അല്ലെങ്കിൽ ഇറയത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരാൾ ഇവിടെ TV കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അവിടെ പ്രാർത്ഥനയിൽ പോലും ഒരുമയില്ലാത്ത കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരുമിച്ച് കൂടുന്നിടത്താണ് യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുക. ഒത്തിരി ആളല്ല, നമ്മളുള്ള ജനം ഒരേ മനസ്സോടുകൂടി ആയിരിക്കുക. എഫാത്ത ഇൻ്റർനെറ്റ് മിഷനിലൂടെ നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് ഇതേപോലെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾ രൂപപ്പെടണം. ലോകം മുഴുവനിലും, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും മക്കളുമെല്ലാം ഒരുമയോടുകൂടി ആയെങ്കിൽ മാത്രമേ ലോക സമാധാനം ഉണ്ടാകുള്ളൂ. യുദ്ധം ആദ്യം തുടങ്ങുന്നത്
കുടുംബത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ക്രൈസ്തവ സഭയിലെ യുദ്ധം മാറാൻ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ, വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം. എനിക്ക് ദൈവം എന്നെ ഏൽപ്പിച്ചു തന്ന എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ വിശുദ്ധീകരിക്കുക, ദൈവത്തോട് ചേർന്ന് ഞാൻ പണിയെടുക്കും. അത് അങ്ങനെ രണ്ടുപേരും, ഭാര്യയോ ഭർത്താവോ, വിശ്വാസിയല്ലാത്ത ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യയ്ക്ക് അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ ഭർത്താവിന് ഭാര്യയെയും ഈ വിധത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹമായിട്ട് തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തെറ്റും കുറ്റവും കുറവുകളും മനുഷ്യരാണെങ്കിൽ നമുക്കുണ്ടാകും. പക്ഷേ ഇതുണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ മാപ്പ് കൊടുക്കാൻ ഉള്ള കൃപ ഓരോ ദിവസവും നമുക്ക് കിട്ടണം. അനുദിനം നമുക്ക് കിട്ടണം. അന്നന്ന് വേണ്ട ആഹാരം നമ്മൾ കഴിക്കുന്നത് പോലെ അന്നന്ന് തന്നെ മാപ്പ് കൊടുത്ത് അന്നന്ന് തന്നെ ഒരു പുതിയ ജീവിതം നയിക്കുന്ന വ്യക്തികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് വഴി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം.